പുറപ്പാട് 20:24. നിങ്ങളെനിക്ക് മണ്ണുകൊണ്ട് ഒരു ബലിപീഠം ഉണ്ടാക്കണം. അതിന്മേൽ ആടുകളെയും കാളകളെയും ദഹനബലികളും സമാധാന ബലികളുമായി അർപ്പിക്കണം. എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. ഇവിടെ പുറപ്പാട് 20:24 പറയുകയാണ്, നിങ്ങൾ ബലിപീഠം ഉണ്ടാക്കണം. മണ്ണുകൊണ്ട് ബലിപീഠം ഉണ്ടാക്കണം. അതിൽ ബലി അർപ്പിക്കുമ്പോൾ ഞാൻ എന്തു ചെയ്യും? അങ്ങനെ എൻ്റെ നാമം അനുസ്മരിക്കപ്പെടാൻ ഞാൻ ഇടവരുത്തുന്ന ആ ബലിപീഠം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ ഇറങ്ങി വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. അതായത് ബലിപീഠം ആ ആത്മീയ ലോകത്ത് സ്ഥിതി ചെയ്യുന്ന ദൈവാത്മാവിന്, ഈശോയ്ക്ക്, പിതാവായ ദൈവത്തിന്, പരിശുദ്ധാത്മാവിന് എല്ലാം ഈ ഭൂമിയിലേക്ക് വന്ന് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നതിനുള്ള മീഡിയമാണ് ബലിപീഠം. എന്ന് പറഞ്ഞാൽ ബലിപീഠം ഒരു സ്ട്രക്ചർ, നമ്മൾ കാണുന്ന ഒരു സ്ട്രക്ചർ എന്നതിനപ്പുറത്ത് ആ ബലിപീഠം മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്നതിന് ദൈവം എടുക്കുന്ന ലൊക്കേഷനാണ് ബലിപീഠം. അവിടെ ലൊക്കേറ്റ് ചെയ്തുകൊണ്ടാണ്, അവിടെ വസിച്ചുകൊണ്ടാണ് ദൈവം മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പുറപ്പാട് 20:24 പറയുന്നത്, നിങ്ങളെനിക്ക് ബലിപീഠം ഉണ്ടാക്കണം. അങ്ങനെ എൻ്റെ നാമം അനുസ്മരിക്കപ്പെടാൻ ഈ ബലിപീഠം സൃഷ്ടിക്കപ്പെടുന്ന സ്ഥലത്ത് ഞാൻ വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. അപ്പോൾ എവിടെ ബലിപീഠം ഉണ്ടോ അവിടെ നിന്ന് ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ പ്രവൃത്തി മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് ഇടപെടുന്നതിനുള്ള മീഡിയമാണ് ബലിപീഠം. അതാണ് ഒരു ആശയം മനസ്സിൽ വെക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ബലിപീഠത്തിന് ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള ആ മീഡിയേറ്ററി പവറുണ്ട്. ബലിപീഠത്തിന് അതിനുള്ള ശക്തിയുണ്ട്. ആ ബലിപീഠത്തിലാണ് ദൈവം വന്ന് ഇറങ്ങി. ഇപ്പോൾ വിമാനം വന്ന് എയർപോർട്ടിൽ വന്ന് ലാൻഡ് ചെയ്യുന്നത് പോലെ ദൈവം വന്ന് വസിച്ച് മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് പ്രവർത്തിക്കുന്ന ആ മീഡിയമാണ്, ആ ലോഞ്ചിങ് പാഡാണ് ബലിപീഠം. ഇതാണ് മനസ്സിലേക്ക് വെക്കേണ്ട ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ബലിപീഠത്തിന് ജീവനുണ്ട്. നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ബലിപീഠത്തിന് ജീവനുണ്ട് എന്ന് പറഞ്ഞാൽ ബലിപീഠം ഇത് പണിഞ്ഞവൻ മരിച്ചാലും ബലിപീഠം മരിക്കത്തില്ല. ബലിപീഠം നിർമ്മിച്ചവൻ ഇല്ലാതായാലും ബലിപീഠം ഇല്ലാതാവില്ല. ആ സ്ട്രക്ചർ ഇല്ലാതാവില്ലെന്നല്ല ഞാൻ പറയുന്നത്, അവിടെ പ്രവർത്തിച്ചിരുന്ന ദൈവിക ശക്തി ഇല്ലാതാവുന്നില്ല. ഞാൻ അതിന് ഒരു ഉദാഹരണം, ഒന്നല്ല ഒരുപാട് ഉദാഹരണം ബൈബിളിലുണ്ട്. ഞാൻ ഒരു ഉദാഹരണം നിങ്ങൾക്ക് ബൈബിളിൽ നിന്ന് കാണിച്ചു തരാം. അതാണ് നമ്മൾ ആദ്യം വായിച്ച വചനഭാഗം. ഉൽപ്പത്തി പുസ്തകത്തിൽ 28-ാം അധ്യായത്തിൽ യാക്കോബ് കാണുന്ന സ്വപ്നം. എവിടെ വെച്ചാണ് യാക്കോബ് ഈ സ്വപ്നം കാണുന്നത്? ബഥേലിലാണ്. ബഥേലിൽ യാക്കോബ് സ്വപ്നം കാണുന്ന പശ്ചാത്തലം എന്താണ്? അവന് ഒരു സ്ഥലത്ത് വന്നു, വീട്ടിൽ നിന്ന് ഒളിച്ചോടുവാണ്, അമ്മാവൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ വന്ന് കിടക്കാൻ തുടങ്ങുമ്പോൾ ഒരു കല്ലെടുത്ത് തലയുടെ കീഴിൽ വെച്ച് തലയണയായിട്ട് വെച്ച് കിടന്ന് ഉറങ്ങി. ഒരു കല്ലെന്നേ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളൂ. അത് എന്ത് കല്ലാണെന്നോ അത് എവിടെ നിന്നെടുത്ത കല്ലാണെന്നോ വേറെ ഒരു സൂചനയില്ല. ഏതോ ഒരു കല്ല് എടുത്ത് വെച്ച് കിടന്ന് ഉറങ്ങി. പക്ഷേ ഈ കല്ലെടുത്ത് വെച്ച് അവൻ കിടന്ന് ഉറങ്ങുമ്പോൾ അവൻ്റെ ഒരു സ്വപ്നം കാണുകയാണ്. ഓരോ വാക്കും പ്രധാനപ്പെട്ടതാണ്. ആ സ്വപ്നത്തിൽ അവൻ ദൈവത്തെ കാണുകയാണ്. ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. ദൈവദൂതന്മാർ വരികയും പോവുകയും ചെയ്യുന്നു ഒരു സ്ഥലത്തേക്ക്. ഇനി ആ ഏണിയുടെ മുകളറ്റത്ത് നിന്ന് ദൈവം അവനോട് പറയുകയാണ്, ഞാൻ നിൻ്റെ പിതാവായ അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും ദൈവമാണ്. അപ്പോൾ അവൻ ആരെയൊക്കെ കാണുന്നത്? ഈ കല്ലെടുത്ത് തലയണയായിട്ട് കിടന്നുറങ്ങുമ്പോൾ അവൻ കാണുന്നത്, ഒന്ന്, ദൈവദൂതന്മാർ വരികയും പോവുകയും ചെയ്യുന്നു. രണ്ട്, അവൻ ദൈവത്തെ കാണുന്നു, അവൻ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്നു. ദൈവം എന്താ പറയുന്നത്? ഞാൻ നിൻ്റെ അപ്പൻ്റെയും വല്യപ്പൻ്റെയും ദൈവമാണെന്ന്. ഈ സ്ഥലം ഏതാണ്? ഇത് ബഥേലാണ്. ഈ ബഥേലിന് ഇവൻ്റെ അപ്പനുമായോ വല്യപ്പനുമായോ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ചാൽ
നമ്മൾ ഉൽപ്പത്തി പുസ്തകം 12 നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി. അബ്രാഹാം ബലിപീഠം പണിത സ്ഥലമാണ് ബഥേൽ. ആ ബലിപീഠം പണിത ആ സ്ഥലത്തെ ഒരു കല്ലെടുത്താണ് ഈ കൊച്ചുമകൻ തലേണയായിട്ട് കിടന്നുറങ്ങുന്നത്. നിങ്ങൾ ബൈബിൾ ശ്രദ്ധിച്ച് വായിക്കുന്നവരാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് വേറെ ഏതെങ്കിലും ഒരു സാധാരണ കല്ലല്ല, മറിച്ച് ഇത് ആ ബലിപീഠത്തിൻ്റെ ഒരു കല്ലാണ്. ആ കല്ലെടുത്ത് വെച്ച് തലയെ വെച്ച് കിടക്കുമ്പോഴാണ് അവന് അവിടെ ഓപ്പറേറ്റ് ചെയ്ത ദൈവദൂതന്മാർ, ദൈവം, അപ്പൻ്റെ ദൈവം എന്ന് ദൈവം പറയുന്ന സ്വരം, ഇതെല്ലാം ആക്ടിവേറ്റ് ആവുന്നത്. അതായത് ബഥേലിൽ വെച്ച് യാക്കോബിന് ദൈവത്തിൻ്റെ കണക്ഷൻ, ദൈവത്തിൻ്റെ ബന്ധം കിട്ടുന്നത് ബലിപീഠത്തിൻ്റെ കല്ലെടുത്ത് തലയെ വെച്ച് കിടന്നുറങ്ങുമ്പോഴാണ്. അത് കഴിയുമ്പോൾ ആ സ്വപ്നത്തിൽ നിന്ന് എഴുന്നേറ്റ് അവൻ പറയുന്നത്, ഇവിടെ ദൈവം ഉണ്ടായിരുന്നു, ഞാൻ പക്ഷേ അറിഞ്ഞില്ല എന്ന്. ദൈവം ഉണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് ഉള്ളത്? അവിടെ ബലിപീഠം ഉണ്ടായിരുന്നു. ബലിപീഠം ഉണ്ടായിരുന്നത് കൊണ്ട് അവിടെ ദൈവം ഉണ്ടായിരുന്നു. പക്ഷെ ബലിപീഠം കാലാന്തരത്തിൽ ഇല്ലാതായി. പക്ഷെ അതിൻ്റെ കല്ലുകൾ അവിടെ കിടന്നു. പക്ഷെ അപ്പോഴും അവിടെ ദൈവത്തിൻ്റെ ആ ഓപ്പറേഷൻ ആക്റ്റീവാണ്. അതുകൊണ്ടാണ് ആ കല്ലെടുത്ത് തലയിൽ വെക്കുമ്പോൾ പെട്ടെന്ന് ആ കണക്ഷൻ എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത്. അവൻ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത അപ്പൻ്റെ ദൈവത്തെ അവൻ കാണുകയാണ്. ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത ആ ദൈവത്തിൻ്റെ സ്വരം അവൻ കേൾക്കുകയാണ്. അപ്പോൾ അവൻ എന്ത് ചെയ്തു? പെട്ടെന്ന് അവന് കാര്യം പിടികിട്ടി. അവൻ ആ കല്ലെടുത്ത് നാട്ടി നിർത്തി എണ്ണയൊഴിച്ചു. അവൻ വീണ്ടും അവിടെ ബലിയർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എനിക്ക് പറയാനുള്ളത്, നമ്മൾ ബലിപീഠങ്ങൾ നിർമ്മിച്ചാൽ, നമ്മൾ മരിച്ചാലും നമ്മൾ നിർമ്മിച്ച ബലിപീഠം ഇല്ലാതാവില്ല. ഇതിന് രണ്ട് വ്യാപകമായ പ്രത്യാഘാതമുണ്ട്. ആ രണ്ട് ഫലമുണ്ട്. ഒന്നാമത്തേത്, നമ്മൾ ദൈവത്തിനാണ് ബലിപീഠം പണിയുന്നതെങ്കിൽ നമ്മുടെ തലമുറകളിലൂടെ ആ ബലിപീഠം ഇല്ലാതാവില്ല. ആ ദൈവത്തിൻ്റെ പ്രവൃത്തി തലമുറകളിൽ നിൽക്കും. നമ്മൾ പിശാചനാണ് ബലിപീഠം പണിയുന്നതെങ്കിൽ അതും തലമുറകളിൽ നിൽക്കും. ആർക്കാണ് ബലിപീഠം പണിയുന്നതെന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതാണ് ഒരു കാര്യം ബലിപീഠവുമായി ബന്ധപ്പെട്ട് മനസ്സിൽ വെക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ മലങ്കര കുർബാനയിൽ പുരോഹിതൻ അവസാനം ചൊല്ലുന്നൊരു രഹസ്യ പ്രാർത്ഥന ബലിപീഠത്തോടാണ്. ബലിപീഠം ചുംബിച്ച് പോകുമ്പോൾ പുരോഹിതൻ ചൊല്ലുന്ന പ്രാർത്ഥന ഇതാണ്: ഈ ജീവൻ്റെ മേശയായ ബലിപീഠമേ, നീ സമാധാനത്താലെ വസിക്കണം എന്ന് പറഞ്ഞിട്ട് എന്നെക്കുറിച്ചുള്ള സ്മരണ നിന്നിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കാൻ നീ കർത്താവിനോട് എപ്പോഴും പ്രാർത്ഥിച്ചോണേന്ന്. ഞാൻ ഇനി നിൻ്റെ അടുത്തോട്ട് വന്നില്ലെങ്കിലും നീ പ്രാർത്ഥിച്ചോണമെന്ന്. ആരോടാ പറയുന്നത്? ബലിപീഠത്തോടാണ് പറയുന്നത്. ബലിപീഠത്തിന് ലൈഫുണ്ട്. അതിൽ കർത്താവിൻ്റെ ആക്ടിവിറ്റി ആക്റ്റീവാണ്. നമ്മൾ മരിച്ചാലും ബലിപീഠം ഇല്ലാതാവില്ല. എന്താണ് നമുക്ക് ദിവ്യകാരുണ്യവുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ടേക്ക് അവേ? അതായത് നമ്മൾ ഓരോ ദിവസവും ദേവാലയത്തിൽ പോയി ബലിയർപ്പിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ബലിപീഠങ്ങൾ നിർമ്മിക്കുകയാണ്. നമ്മൾ മരിച്ചാലും ആ ബലിപീഠം ഇല്ലാതാവില്ല. ഞാൻ പലപ്പോഴും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്ന് ബൈബിള് വായിക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴും അല്ലെങ്കിൽ അതിനുവേണ്ടി ജീവിക്കുമ്പോഴും ഒക്കെ എനിക്ക് എൻ്റെ വല്യമ്മ ഒരു വലിയ മാതൃകയായിരുന്നു. എൻ്റെ അപ്പൻ്റെ അമ്മ വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റിരുന്ന് ഓരോ പ്രഭാതത്തിലും ബൈബിൾ ഇങ്ങനെ മണിക്കൂറുകൾ വായിച്ചുകൊണ്ടിരുന്നൊരു വല്യമ്മയെ ചെറുപ്പത്തിൽ ഞാൻ ഒത്തിരി തവണ കണ്ടിട്ടുണ്ട്. ഇന്ന് ഞാൻ ഇവിടെ ഇരുന്ന് നിങ്ങളോട് വചനം പറയുമ്പോൾ എൻ്റെ വല്യമ്മ പണിത ബലിപീഠമാണത്. അതാണ് ഇതിപ്പോൾ അടുത്ത 3ാമത്തെ തലമുറയിലും ആക്റ്റീവായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇത് നമ്മളില്ലാതായാലും ബലിപീഠം ഇല്ലാതാവില്ല. നമ്മൾ പണിയുന്ന ബലിപീഠം നമ്മുടെ മക്കൾ, അവരുടെ മക്കൾ അങ്ങനെ പോവും. അതുകൊണ്ട് ഗിദെയോനോട് പറയുന്നുണ്ട് 6-ാം അധ്യായത്തിൽ 25-ാം വാക്യത്തിൽ, ന്യായാധിപന്മാർ 6:25, ഗിദെയോനോട് പറയുന്നുണ്ട്, നിന്റെ അപ്പനുണ്ടാക്കിയ ബാലിൻ്റെയും അശേരായുടെയും ബലിപീഠം തകർത്ത് അവിടെ യഹോവയുടെ കർത്താവിൻ്റെ ബലിപീഠം പണിയണം. നമ്മുടെ പൂർവികർ പിശാചിന് ബലിപീഠം പണിതിട്ടുണ്ടെങ്കിൽ അത് തകർക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമാണ്. അതെങ്ങനെ നമ്മൾ തകർക്കേണ്ടത്? അവിടെ യഹോവയുടെ ബലിപീഠം പണിതിട്ടാണ്. കർത്താവിൻ്റെ ബലിപീഠം എന്ന് പറഞ്ഞാൽ ദൈവത്തെ ആരാധിച്ചുകൊണ്ടാണ്. നമ്മൾ ഓരോ കുർബാനയ്ക്ക് പോയി പങ്കെടുക്കുമ്പോഴും നമ്മൾ ഓർക്കണം, കർത്താവ് ഈശോ മിശിഹാ കുരിശിൽ നാട്ടിയ ആ ബലിപീഠത്തിലാണ് ബലിയർപ്പിക്കപ്പെടുന്നത്. നമ്മൾ നമ്മുടെ ബലിപീഠങ്ങൾ പണിയുകയാണ്. അതുകൊണ്ട് അത് നിസ്സാരമല്ല. ഇത് നമ്മുടെ ജീവിതം കൊണ്ട് അവസാനിക്കില്ല. നമ്മൾ തീർക്കുന്ന ബലിപീഠങ്ങൾ നമ്മൾ മരിച്ചാലും നിലനിൽക്കും എന്ന ചിന്ത നിങ്ങളുടെ മനസ്സിൽ മായാതെ നിൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
നമുക്ക് ഇന്ന് നമ്മളെടുക്കുന്ന നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഉണ്ടാവേണ്ട പുണ്യം നന്ദിയാണ്, ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മൾ ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് നന്ദിയില്ലാത്തവരാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു 8-10 കാര്യങ്ങൾ ഓർത്ത് ദൈവത്തിനൊന്ന് നന്ദി പറയാം. അപ്പോൾ അതൊരു പരിശീലനമാവും. പിന്നെ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നന്ദിയുടെ ഓപ്പോസിറ്റ് എന്താ? നന്ദികേട് അല്ലേ? നന്ദിയില്ലാത്ത അവസ്ഥ. നന്ദിയില്ലാത്തതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് പരാതി പറച്ചിൽ, പരാതി. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഒഴിവാക്കേണ്ട പാപം, വൈസ് ടു ബി റിമൂവ്ഡ് ഈസ് ഇൻഗ്രാറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ ദി ബിഹേവിയർ ഓഫ് കംപ്ലൈനിങ്. നമുക്ക് പരാതി പറയുന്നത്, നമുക്കിന്ന് ഇങ്ങനെ 24 മണിക്കൂർ ഇങ്ങനെ ചിന്തിച്ചാലോ, ഇന്ന് ഞാൻ ഒരു പരാതിയും പറയില്ല. 24 മണിക്കൂർ നിസ്സാരമല്ല, എളുപ്പമല്ല. ഇന്ന് ഞാൻ ഒരു പരാതിയും, എന്ത് കുഴപ്പമുണ്ടെങ്കിൽ ഇന്നൊരു കംപ്ലൈൻറ്റും പറയില്ല. പരാതി പറയാത്തൊരു ദിവസം, അത് നമുക്ക് ഇന്നത്തെ ടാസ്ക്കായിട്ട് അത് എടുക്കാം. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥനയാക്കി മാറ്റേണ്ടത് ഇതാണ്. അത് ഒരു വചനം തന്നെ നമുക്ക് എടുക്കാം പ്രാർത്ഥനയായിട്ട്. സങ്കീർത്തനം 116-12, 13, 14 എൻ്റെ ദൈവം എനിക്ക് ചെയ്ത ഉപകാരങ്ങൾക്ക് ഞാൻ എങ്ങനെ നന്ദി പ്രകാശിപ്പിക്കും? രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിൻ്റെ നാമം, യഹോവയുടെ നാമം ഞാൻ വിളിച്ചപേക്ഷിക്കും. സകല ജനത്തിൻ്റെയും മുമ്പാകെ അവിടുത്തെ നേർച്ചകൾ ഞാൻ നിറവേറ്റും.